നദികളിൽ സുന്ദരി യമുന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണത്തെ തള്ളി സംവിധായകൻ വിജേഷ് പാണത്തൂർ. റിലീസിന് മുൻപേ മാർക്കറ്റിംഗ് ആയ സിനിമയാണ് നദികളിൽ സുന്ദരി യമുന. തന്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആരോപണമെന്നും വിജേഷ് പറഞ്ഞു. വിഷയം നിയമപരമായി നേരിടും, കണക്ക് അവതരിപ്പിക്കാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി വിജേഷ്. ഞാൻ ഇന്നലെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് വെച്ച്. കൃത്യമായിട്ട് ഞാൻ അതിൽ എല്ലാ കാര്യങ്ങളും വിവരിച്ചാണ്. ഇന്നിപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചെങ്കിൽ, അദ്ദേഹത്തിൻ്റെ 2 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. ഒന്ന്, ഈ കണക്ക് ഓഡിറ്ററുടെ അടുത്ത് എല്ലാം ബില്ല് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാരണം 23-ൽ കഴിഞ്ഞ പടത്തിൻ്റെ ബില്ല് 26-ൽ റെഡിയായി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊന്നും ഈ ബില്ല് എന്നെ കാണിക്കാൻ നിന്നില്ല. അപ്പോൾ ഇപ്പോൾ അത് ഉണ്ടെന്ന് പറഞ്ഞൊരു സന്തോഷം. അപ്പോൾ ഈ ബില്ല് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ 2 പ്രൊഡ്യൂസർമാരും അതോടൊപ്പം തന്നെ ഇത് ആ സമയത്ത് ഇതിൽ വർക്ക് ചെയ്ത വേറെ 2 പേരും കൂടിയുണ്ട് ഇതിൻ്റെ അക്കൗണ്ട്സൊക്കെ നോക്കി. അവരും തീർച്ചയായിട്ടും ഇതിൽ വേണം, ഞാനും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇതിൽ 2 ഡയറക്ടേഴ്സാണ്, ഞാൻ ഒരാളല്ല, 2 ഡയറക്ടേഴ്സാണ്. ഈ 2 ഡയറക്ടേഴ്സും അവിടെ ഉണ്ടാകണം, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ബഡ്ജറ്റ് കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ് എനിക്കൊരു ടൈൽസ് ഞാൻ വാങ്ങി, അതിൻ്റെ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിന് കാര്യം പറയാമെന്ന് വെച്ചെങ്കിൽ 2023-ൽ ഈ പടം നടക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൻ്റെ പണി നടക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുന്നോട്ട് എനിക്ക് വീടിൻ്റെ ആവശ്യത്തിന് പിന്നെ കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് 5 ലക്ഷം രൂപയാണ് ഇതിന് ഞാൻ സാലറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 10 ലക്ഷം 2 പേർക്ക്, 2 ഡയറക്ടേഴ്സ് ആണ്, ഒരാൾക്ക് 5 എന്ന രീതിക്ക് ആദ്യം നമ്മൾ സംസാരിച്ചത്. അപ്പം ആദ്യം 15 പറഞ്ഞു, പിന്നെ നമ്മളൊരു അതിനകത്തൊരു ആക്ടർ പറഞ്ഞിട്ടാണ് നമ്മളത് ബഡ്ജറ്റ് കുറക്കാമെന്ന രീതിക്ക് 5 കുറച്ചിട്ടാണ് 10 പറഞ്ഞത്, 2 ആൾക്ക് 5 എന്ന രീതിക്ക്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ചെറിയ എമൗണ്ട് ആദ്യം അഡ്വാൻസ് ആയിട്ട് ചെറിയൊരു എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു, ചെറിയൊരു തുച്ഛമായൊരു എമൗണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫണ്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ, എന്താണ് ആവശ്യം? ഞാൻ പറഞ്ഞാൽ എനിക്കിത് വീട്ടിൻ്റെ ഗ്രാനൈറ്റ് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്നോട് എന്തിനാണ് ഗ്രാനൈറ്റ് ഇടുന്നത്, നല്ല ടൈൽസ് ഇട്ടാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഞാനൊരു കാര്യം, നിങ്ങൾക്ക് ടൈൽസ് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അതോടൊപ്പം എനിക്ക് മാത്രമല്ല, ഈ പടത്തിൽ അഭിനയിച്ച ഒരാളുടെ മാനേജർക്കും ഇതേപോലെ ഒരു ഓഫർ കൊടുക്കുന്നു. പക്ഷേ അത് ഫ്രീ അല്ല, നീ ഉള്ള പോലെ എപ്പെങ്കിലും പൈസ തന്നാൽ മതി എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് 2 ആൾക്കും ടൈൽസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഈ ടൈൽസ് പോകാൻ നോക്കുന്നു. അവിടെ നോക്കുമ്പോൾ കാണുന്നത് വെച്ചെങ്കിൽ, അതായത് പൂട്ടിപ്പോകാനായ അവസ്ഥയിലുള്ളൊരു കടയാണ്. അത് കുറച്ച് ടൈൽസുകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ സെലക്ട് ചെയ്യാനൊന്നും ഉണ്ടായില്ല. എന്നിട്ട് പോലും ഞാൻ അതിനകത്തൊരു ടൈല് സെലക്ട് ചെയ്ത് ഞാൻ ആ ടൈല് കൊണ്ടുവന്നു, ടൈലിട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ ടൈൽ ഇട്ട സമയം എന്നോട് പറഞ്ഞു എനിക്കൊരു വീഡിയോ ചെയ്ത് തരണം, ഞാൻ പൈസ വേണ്ട, പക്ഷേ എനിക്കൊരു വീഡിയോ ചെയ്ത് തരണം, ഈ ടൈൽ ഇട്ടതിൻ്റെ ഒരു വിഷ്വൽ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുള്ള് ആ വീട്ടിന് ഇട്ട ടൈലിൻ്റെ ഒരു വിഷ്വൽ എടുത്തിട്ട് മൂപ്പർക്ക് അയച്ചു കൊടുത്തു. മൂപ്പര് അത് വാട്ടർമാൻ്റെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ട് പുള്ളിയുടെ ഫേസ്ബുക്കിൽ തന്നെ ഇപ്പോൾ കാണാം, ആ ഒരു പോസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഈ പറയുന്ന പോലെ ഈ പടമായി ബന്ധപ്പെട്ടിട്ട് ഈ പടം തിയേറ്ററിൽ, അത് ഞാൻ പറഞ്ഞില്ല, റിലീസിന് മുന്നേ തന്നെ 1,90,00,000 ഈ പടം OTTയിൽ വിറ്റ് പോകുന്നു, HR OTTയിൽ വിറ്റ് പോകുന്നു. ഇതിൻ്റെ മ്യൂസിക് റൈറ്റ്സ് പോകുന്നത് 15 ലക്ഷത്തിന്. അങ്ങനെ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പടം നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന പടം 2,05,00,000 രൂപ ബിസിനസ്സായ പടമാണ്. പിന്നെ തിയേറ്ററിൽ ഈ പടം ഏകദേശം 35 ഡേയ്സ് തിയേറ്ററിൽ ഈ പടം ഓടിച്ചു. അപ്പോൾ അത് എത്രയാണ് അതിൻ്റെ ഫണ്ട് വന്നതെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു ചാനൽ ഇതിനകത്ത് നല്ലൊരു തുക ഒരു സാറ്റലൈറ്റ് പറഞ്ഞു. ഈ സാറ്റലൈറ്റ് പറഞ്ഞ സമയത്ത് ഇവർ സാറ്റലൈറ്റ് കൊടുക്കുന്നില്ല. അപ്പം എന്താണ് സാറ്റലൈറ്റ് കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പം ഇതിനൊന്നും മറുപടിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാർട്ട്ണറായിട്ട് മറ്റൊരു പ്രൊഡ്യൂസറുണ്ട്, ഒരു അമേരിക്കൻ സിറ്റിസനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിൽ അഭിനയിച്ച നടൻ്റെ ഒരു പടം ഇപ്പോൾ അടുത്ത് റിലീസാവും, ഒരു കുറച്ച് മാസങ്ങളേ ഉള്ളൂ, അത് ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോദിച്ച ഫണ്ടിനെക്കാട്ടും വലിയൊരു ഫണ്ട് അത് നമുക്ക് കിട്ടും, അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മുരളിയേട്ടൻ പറഞ്ഞെന്നാണ് എന്നോട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനെപ്പറ്റി അനക്കൂല. അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇങ്ങനെ ഈ മുരളിയേട്ടൻ്റെ ഫേസ്ബുക്ക് ഒരു പോസ്റ്റ് ഞാൻ കാണുന്നത്, അതായത് നദികളിൽ സുന്ദരി യമുന വിചാരിച്ച പോലെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിക്ക്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടു, റിലീസിന് മുന്നേ തന്നെ ഇത്രയും പൈസ ബിസിനസ്സായി, ഇത്രയും ദിവസം തിയേറ്ററിൽ കളിച്ചു, വളരെ ഹാപ്പിയാണ്, ഒരു പുതിയ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ആ ഒരൊറ്റ വിഷയത്തിന് മുകളിൽ ഇദ്ദേഹത്തിന് എന്നോടൊരു ചൊടി ഉണ്ടാകുന്നു. ആ ചൊടി ഉണ്ടാകുന്ന പേരിൽ എന്നോട് ഇദ്ദേഹം തന്ന ടൈൽസിൻ്റെ ഫ്രീ എന്ന് പറഞ്ഞ് തന്നതിന് വ്യക്തമായിട്ട് എൻ്റെ തെളിവുണ്ട്, വെറുതെ പറയുന്നതല്ല അത്. ആ തെളിവ് പ്രകാരം അദ്ദേഹം എന്നോട് പറയുന്നു, ഈ ടൈൽസിൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുരളിയേട്ടാ ആ പടം കഴിഞ്ഞിട്ടൊന്നും എൻ്റെ അടുത്ത് ഒന്നും കിട്ടിയില്ല, വേറെ പൈസ ഒന്നും കിട്ടിയില്ല. അപ്പം ഇന്ന് അയാൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2 സംതിങ് കിട്ടുന്നു. ഈ 2 സംതിങ് ഇട്ട പൈസ എന്ന് വെച്ചെങ്കിൽ അത് പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനുമായി ഭാഗമായിട്ട് ഞങ്ങളുടെ ഭക്ഷണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പൈസ തന്നിട്ടുള്ളത്. അതാണ് എൻ്റെ അക്കൗണ്ടിൽ കിട്ടുന്ന പൈസ. പിന്നെ ഒരു 80-ൻ്റെ അടുത്ത് എന്തൊരു കണക്ക് പറഞ്ഞു, ആ പൈസ തന്ന കാര്യം തന്നെയാണ്, ഇല്ലാന്നും പറയുന്നില്ല. ബാലൻസ് പൈസ എനിക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് അവിടെ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എനിക്ക് തരാനുള്ള പൈസയിൽ നിങ്ങൾ ഈ ടൈൽസിൻ്റെ പൈസ കഴിച്ചോളൂ. അത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആ പടം കഴിഞ്ഞിട്ട്
ഏകദേശം 1.25 വർഷം ഞാൻ ആ പടത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്തു. കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് വൺ ടൈറ്റിൽ നിൽക്കുന്ന സമയം കൂടിയാണ്, വീട് പണിയൊക്കെ കഴിഞ്ഞ എൻ്റെ വീട്ടിൽ. അപ്പോൾ ആ പൈസ വയ്ക്കുമ്പോൾ ഫ്രീ എന്ന് പറഞ്ഞ ടൈൽസ് നിന്നിട്ട് പൈസ വയ്ക്കുമ്പോൾ ഞാൻ ആകെ പെട്ടുപോയി. അപ്പോൾ എനിക്ക് പിന്നെ ഉള്ളത് വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് തരാനുള്ള പൈസയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരിക്കലും എൻ്റെ ശമ്പളം ഉണ്ടല്ലോ, ഞാൻ ഇത്രയും വർഷം പണിയെടുത്തതിൻ്റെ ആ ശമ്പളത്തിൽ കഴിച്ചതെന്ന് പറഞ്ഞു. അവിടെ ഇത് വസൂലായി പോയതാണ്. പിന്നീട് നമ്മൾ 2024 ഇതേപോലെ ഒരു ദിവസം എന്നെ മൂപ്പര് വിളിച്ചിട്ട് എന്നോട് പറയുന്നു എവിടെയുണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലാണ്. ഏകദേശം രാത്രി 2:30 മണിക്കാറ്റോ തോന്നുന്നു എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. അവൻ എനിക്ക് നിന്നെ കാണണം എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ വൈഫ് വെച്ചാൽ ഞാൻ മുരളിയാട്ടൻ എന്താ വെച്ചാൽ അപ്പോൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. എവിടെ വെച്ച്? പാണത്തൂർ വരുന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് ആരെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ രാത്രി 2:30 മണിക്ക് ആരെ വിളിക്കുക? അപ്പോൾ ഞാൻ തന്നെ എനിക്കൊരു പാണത്തൂർ ഒരു സലൂണുണ്ട്. അപ്പോൾ സലൂണിലൊരു സ്റ്റാഫിനെ ഞാൻ വിളിച്ച് പറഞ്ഞിടാ ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം, നീ അവിടെ നിന്നാൽ മതി, പുറത്തിറങ്ങി നിന്നാൽ മതി, കാരണം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ കാണാൻ ഒരാൾ വേണമല്ലോ എന്ന് രീതിക്ക്. അങ്ങനെ ഞാൻ അവിടെ പാണത്തൂർ വന്ന് നിൽക്കുകയും രാത്രി ഈ 2:30 മണിക്ക് പുള്ളി ഒരു ബ്ലാക്ക് ഫോർച്യൂണർ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നു. അതിനകത്തുനിന്ന് കുറേ ആൾക്കാർ ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുള്ളി ഇറങ്ങി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകി മോനെ, സോറിടാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ഇറങ്ങിയ ആൾക്കാർ ബോട്ടിലൊക്കെ ഉണ്ട്. അപ്പം ഇവരിത് കുടിക്കാനുള്ള സ്ഥലം ഇങ്ങനെയൊക്കെ ഇത് ഇടുന്ന കഴിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കടയുണ്ട്. അപ്പം എൻ്റെ കട ഷട്ടർ തുറന്നു കൊടുത്തു. ഇവരെൻ്റെ കടയിൽ പോയി എല്ലാവരും മദ്യവെച്ചപ്പോൾ മുരളിയേട്ടൻ എന്നോട് കുറേ സംസാരിച്ചു. അപ്പോൾ എനിക്ക് നിന്നോട് കുറച്ചും കൂടി സംസാരിക്കണം, ഇപ്പം ഞാനൊരു വഴിക്ക് പോകുന്നതാണ്, വന്നിട്ട് സംസാരിക്കാമെന്ന് എനിക്ക് അന്ന് മൂപ്പര് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് എനിക്കത് ജൂലൈ 18 17 എന്നറിയില്ല, ഏതൊരു ഡേറ്റിന് മൂപ്പര് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. വന്നിട്ട് എൻ്റെ ഫാമിലിയായിട്ട് ഇരുന്ന് ഒരുപാട് സംസാരിച്ച് എന്നോട് പറഞ്ഞു സിനിമ ചെയ്യണം, എൻ്റെ വിധ എല്ലാ സപ്പോർട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 2023 അദ്ദേഹത്തിന് നഷ്ടം വരുത്തി, അദ്ദേഹത്തിൻ്റെ അടുത്ത് കളവ് പറഞ്ഞ് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അദ്ദേഹത്തെ പറ്റിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് ഇദ്ദേഹം വരുന്നത്. 2024 സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ ഡയറക്ടർ വീട്ടിലേക്കാണ് 2024 വന്നിട്ട് എനിക്ക് എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. എൻ്റെ പടത്തിൻ്റെ പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞു. ചോറ്റാനിക്കരയിലാണ് സുമതി വളവിൻ്റെ പൂജ. അങ്ങനെ ഞാൻ ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അതോടുകൂടി മൂപ്പരുടെ പ്രശ്നം മാറുമെന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രകമ്പനം എന്ന് പറഞ്ഞ പടം ഓണാന്നു. ഈ വീഡിയോ ഞാൻ കാണുന്നത് ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാം കാണുന്നതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ എനിക്ക് വേറൊരാൾ ഈ വീഡിയോ അയച്ചു തന്നു. ഞാൻ ആകെ ഞെട്ടിപ്പോയി, ഇതെന്താ. പുള്ളി എന്നിട്ട് വിളിക്കാൻ കോൺടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്ക് ഫോൺ അത് കണക്റ്റ് ആയില്ല. ഞാൻ വെച്ചാൽ പുള്ളിയുടെ സർക്കിളിലൊരു ടീമിനെ വിളിച്ചു, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അറിയാണ്ട് കൈതട്ടി വന്നതാണത്, ഒരു ഡിപ്രഷൻ മൂഡായിരുന്നു, അറിയാണ്ട് കൈതട്ടി വന്നതാണ്, കുഴപ്പമില്ല, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഭയങ്കര മോശമല്ലേ, ഒരു വ്യക്തികളെ ഇങ്ങനെ പേരൊക്കെ എടുത്ത് പറഞ്ഞ്. ഇതിപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വെച്ചാൽ നമ്മളിപ്പം അത്യാവശ്യം നല്ല രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുന്നു, നല്ല പടങ്ങൾ ചെയ്യാൻ വരുന്നു. ഇതൊക്കെ ഇദ്ദേഹം അറിയുന്നുണ്ട്. എൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എൻ്റെ പേര് ഇതിലേക്ക് വിളിച്ചിട്ടതും. ഇതൊക്കെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് തീർച്ചയായിട്ടും ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് എന്തായാലും പോകും. എന്തായാലും നദികളി സുന്ദരി യമുനയ്ക്ക് എന്താണ് സംഭവിച്ചത് എനിക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷണമായിട്ട് അതിൻ്റെ കാര്യമായിട്ട് ഞാൻ എന്തായാലും മുന്നോട്ട് പോകും. ബാക്കി എന്തായാലും സത്യം ഒരു നാൾ പുറത്ത് വരും. ഇത്രയും ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ.